ജയം പ്രാപിക്കുവാൻ ചില മനോഹരമായ വ്യവസ്ഥകൾ റോമാലേഖനം 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും അത്രേ. അതെ, നമ്മുടെ ജീവിതത്തിൽ ജഡത്തിൻ്റെ സ്വഭാവമുള്ളവരായി നാം തീരുമ്പോൾ, നാം ജഡത്തിന് കീഴ്പ്പെടുകയും ആത്മസ്വഭാവമുള്ളവരായി നാം ജീവിക്കുമ്പോൾ ആത്മാവിൻ്റെ പ്രവൃത്തികൾക്ക് നാം വിധേയപ്പെടുകയും ചെയ്യും. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഇന്ന് നാം അനേകരെ നോക്കുമ്പോൾ ആത്മഹത്യയും ജഡത്തിൻ്റെ ചിന്തകളാകുന്ന മരണ പ്രേരണകളും മദ്യവും മയക്കുമരുന്നും ഒക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ എന്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നും എന്തിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതെ, ദൈവവചനപ്രകാരം നാം അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നാം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളാണ്. അതെ, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവർ അവനവന് ഉള്ളവനല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവനോ അവർ ദൈവത്തിൻ്റെ മക്കളാകും. അതെ, ആത്മീക ജീവിതത്തിൽ നാം ചിന്തിക്കുക, നാം ലോകപ്രകാരം പിശാചിന് കീഴ്പ്പെട്ട് പിശാചിൻ്റെ ആലോചനയ്ക്കും ജീവിതത്തിൻ്റെ ചിന്തകൾക്കും വഴിപ്പെട്ട് നാം മുൻപോട്ട് പോകുന്നുവെങ്കിൽ നാം ലോകപ്രകാരം ജഡത്തിന് കീഴ്പ്പെട്ടു പോകുന്നു. എന്നാൽ ജീവിതത്തിൽ ലാഭമെന്ന് തോന്നുന്നത് പലതും ദൈവനാമത്തിൻ്റെ നന്മയും അനുഗ്രഹവും നിമിത്തം അത് വിട്ടൊഴിഞ്ഞ് ദൈവകൃപയിൽ ഭക്തിയോടും വിശ്വാസത്തോടും ഒരുവൻ ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ അവൻ ആത്മമനുഷ്യനായിത്തീരും. ജഡത്തിൽ നിന്ന് ജനിക്കുന്നതെല്ലാം ജഡമാകുന്നു, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാകുന്നു. അതെ, നമ്മുടെ ജീവിതത്തിൽ നാം ആത്മാവിൻ്റെ ചിന്ത, സ്വഭാവം, അതിൻ്റേതാകുന്ന ഇടപെടലുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസവും ദൈവഭക്തിയിലും വിശ്വാസത്തിലും ആത്മാവിൻ്റെ നിലവാരം പുലർത്തി ദൈവിക ചിന്തകളിൽ അധിഷ്ഠരായി ജീവിപ്പാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ.